മഹാഭാരതം ഹൈന്ദവ വിശ്വാസപ്രകാരം നടക്കുന്നത് ദ്വാപര യുഗത്തിലാണ്. ആ ദ്വാപര യുഗത്തിൽ നടന്ന മഹാഭാരത സംഭവങ്ങളെ പിന്നീട് വ്യാസൻ ക്രോഡീകരിക്കുകയാണ്. കുരുവംശത്തിൽ നടന്ന ഗോത്രത്തിൽ നടന്ന 2 കുലങ്ങൾ, ഒന്ന് കൗരവരും ഒന്ന് പാണ്ഡവരും. അവർ തമ്മിലുള്ള ആത്മീയ രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സത്യത്തിൽ ഈ മഹാഭാരത ഇതിഹാസത്തിലുള്ളത്. ഞാൻ വിശദീകരിക്കുന്നില്ല. പഞ്ചപാണ്ഡവന്മാർ, ദുര്യോധനൻ അടക്കമുള്ള 100 മക്കൾ, ഗാന്ധാരിയുടെയും ധൃതരാഷ്ട്രരുടെയും മക്കളായ 100 മക്കൾ ദുര്യോധനന്റെ നേതൃത്വത്തിൽ. പിന്നെ പഞ്ചപാണ്ഡവന്മാർ, അവരുടെ അച്ഛനാണ് പാണ്ഡു, അമ്മ കുന്തിദേവിയും. അവർക്ക് 5 മക്കളുണ്ടായി. ഒന്ന് യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, സഹദേവൻ, നകുലൻ, സഹദേവൻ. ഈ 5 മക്കൾ. ഈ 5 മക്കളിൽ 2 മക്കൾ കുന്തിദേവിയുടെ മക്കളല്ല. മാധുരി എന്ന രണ്ടാമത്തെ ഒരു ഭാര്യ പാണ്ഡുവിനുണ്ടായിരുന്നു, അവരുടെ മക്കൾ. ഏതായാലും ഇതാണ് പഞ്ചപാണ്ഡവന്മാർ. ഈ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ നടന്നിട്ടുള്ള സംഭവ കഥകളെന്ന് ഹൈന്ദവ സമൂഹം വിശ്വസിക്കുന്നതാണ് സത്യത്തിൽ മഹാഭാരതത്തിൽ ഇതിവൃത്തവും ചർച്ചയും. ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ ഇന്നിവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് മഹാഭാരതത്തിലെ 3-ാം പർവ്വമാണ്. മഹാഭാരതം 18 പർവ്വങ്ങളാണ്. ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗപ്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസനപർവം, അശ്വമേധികപർവം, ആശ്രമവാസികപർവം, മൗസലപർവം, മഹാപ്രസ്ഥാനികപർവം, സ്വർഗാരോഹണ പർവം. അങ്ങനെ 18 പർവ്വങ്ങളാണ് മഹാഭാരതം. അതിൽ 3-ാമത്തെ പർവ്വമാണ് വനപർവം അല്ലെങ്കിൽ ആരണ്യപർവം. അതായത് സഭാപർവം കഴിഞ്ഞ് പാണ്ഡവന്മാർ വനവാസത്തിന് പോകുന്ന കാലത്തെ ചർച്ചയാണ് സത്യത്തിൽ ആരണ്യപർവത്തിലുള്ളത്. ഇതിലൊരു സംഭവം നടന്നു. എന്താ സംഭവം? വനവാസ കാലഘട്ടത്തിൽ അവർക്ക് പ്രത്യേക പണിയൊന്നുമില്ല. അപ്പോൾ അവർ കാട്ടിൽ തപസ്സിരിക്കുന്ന വലിയ വലിയ മുനിമാരെയും കർമ്മയോഗികളെയും ഒക്കെ കണ്ടെത്താനുള്ള അവസരം ഉപയോഗപ്പെടുത്തുക. ആ കൂട്ടത്തിൽ പാണ്ഡവന്മാരുടെ കൂട്ടത്തിലെ നേതാവായ യുധിഷ്ഠിരൻ, മൂത്ത ആളായ യുധിഷ്ഠിരൻ വലിയ മുനിയായ മാർക്കണ്ഡേയ മുനിയെ കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാണ്, ദ്വാപര യുഗം കഴിഞ്ഞാൽ കലിയുഗമല്ലേ? കലിയുഗത്തിൻ്റെ അവസാനം എന്താണ് സംഭവിക്കുക? അതായത് ലോകാവസാന കാലത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് പാണ്ഡവന്മാരിലെ മൂത്ത ആളായ യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മുനിയോട് ചോദിക്കുമ്പോൾ മാർക്കണ്ഡേയ മുനി പറയുന്ന മറുപടിയാണ് വനപർവ്വത്തിലുള്ളത്. ഇനി വനപർവം തന്നെ 315 അധ്യായങ്ങളാണ്. അതിൽ 188-ാമത്തെ അധ്യായമാണ് മാർക്കണ്ഡേയ സമസ്യ. അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. മഹാഭാരതത്തിലെ 3-ാം പർവ്വമായ ആരണ്യപർവ്വത്തിലെ 315 അധ്യായങ്ങളിലെ 188-ാമത്തെ അധ്യായമാണ് മാർക്കണ്ഡേയ സമസ്യ. അതിലാണ് ഇന്ന് നമ്മൾ, അതാണ് ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്നത്. ഇത് നമ്മൾ പഠിച്ചാൽ വളരെ യാഥാർത്ഥ്യം, വളരെ വലിയ ജ്ഞാനങ്ങൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മാർക്കണ്ഡേയ മുനി, ഹൈന്ദവ വിശ്വാസപ്രകാരം മാർക്കണ്ഡേയ മുനി ഒരുപാട് ആയിരക്കണക്കായ വർഷങ്ങൾ ജീവിച്ച ഒരാളാണ്. അതായത് നമ്മൾ സയ്യിദ്ന ഖളർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് പോലെയുള്ള ഒരു ചിരഞ്ജീവിയാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം മാർക്കണ്ഡേയൻ. അദ്ദേഹത്തിന് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നതറിയും, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയും. അതാണ് മാർക്കണ്ഡേയൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ ഒരു അധ്യായത്തിന് മാർക്കണ്ഡേയ സമസ്യ എന്ന് പേര് വരാനുള്ള കാരണവും. അങ്ങനെ യുധിഷ്ഠിരൻ ചോദിക്കാണ്, എന്താണ് ലോകാവസാന കാലത്ത് എന്താണ് സംഭവിക്കുക? ഹേ മുനി മഹർഷേ, അതൊന്ന് വിശദീകരിച്ചു തരൂ. അപ്പോൾ അദ്ദേഹം വിശദീകരിക്കുകയാണ് കാര്യങ്ങൾ.